വരാൻ പോകുന്ന ഇലക്ഷനിലും അങ്ങനെ തന്നെ, അതിന്റെ മുമ്പ് നടന്ന ഇലക്ഷനിലും അങ്ങനെ തന്നെ. എങ്ങനെ വോട്ട് ചെയ്താൽ തൗഹീദിനെതിരെ ഖുർആനും സുന്നത്തും അനുസരിച്ച് പാർലമെന്റിൽ നിയമം കൊണ്ടുവരാൻ ഇക്കാലം വരെ ഒരു MP MLA ഇവിടുന്ന് പോയിട്ടില്ല. ഒരു ഗ്രാമപഞ്ചായത്തിക്ക് ഒരു മെമ്പറും അങ്ങനെ പോണില്ല. അങ്ങനെ ആരെങ്കിലും നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓല ചികിത്സിക്കേണ്ടത് കുതിരവട്ടത്ത. അങ്ങനെ ഒരു സാഹചര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, മതത്തെ അധികാരത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന രൂപം. എന്നാൽ അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു ആശയത്തിന്റെ പേരിലാണ് എന്തൊക്കെ നിഷേധാത്മകമായ നിലപാട് ജമാഅത്ത് ഉണ്ടാക്കി. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്നും സാമൂഹ്യ മുഖ്യധാരയിൽ നിന്ന് പുറത്താണ്. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും സച്ചാർ സമിതി റിപ്പോർട്ടൊക്കെ സമുദായം മറക്കാൻ തുടങ്ങി. അവിടെയൊക്കെ പറയുന്നത് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന. അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും പന്തിരിപ്പൻ പ്രചോദനങ്ങൾ എത്രയാണ് കണ്ടോ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഭരണഘടന പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് മെമ്പർഷിപ്പ് ജമാഅത്തെ ഇസ്ലാമിയിൽ കിട്ടാൻ എന്തു ചെയ്യണം എന്ന് പറയുന്ന ഭരണഘടന. ആ ഭരണഘടനയിൽ പറയുന്നത് 6ാമത്തെ നിയമം, ഗണ്ണിക 8, 6ാമത്തെ നിയമം, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ, അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ, അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. ഇപ്പറഞ്ഞത് ജമാഅത്തിന്റെ മലയാള നമുക്കും മനസ്സിലാണ പോലത്ത് പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പറെങ്ങാനും ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരാൻ തീരുമാനിച്ചാൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഒരട്ടം ചൊല്ലിയാ പോരാ. കാരണം അയാൾ വോട്ട് ചെയ്തൊക്കെ മാത്രല്ല ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുക കൂടി ചെയ്തു. ഏതായാലും ആ മെമ്പർ ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരുമ്പോ എന്തു ചെയ്യണം? നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് വേണം ജമാഅത്തിൽ മെമ്പറാകാനെന്ന ഭരണഘടന പറയും. അന്നത്തെ ഭരണഘടന. ഇപ്പൊ ജമാഅത്തുകാരെ പരിപാടി കണ്ടാൽ മനസ്സിലാകുന്നത്, ഒരാൾക്ക് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെങ്കിലും ആകണം എന്നുള്ളടത്ത് തലകുത്തനെയായി. ഇത് ദീനാണോ സഹോദരന്മാരെ? ഞങ്ങൾക്കൊരു കാര്യം പറയാം. ഇവിടെ കരുണാകരനും ആന്റണിയും രാഷ്ട്രീയം കൊണ്ടെടുക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും രാഷ്ട്രീയം കൊണ്ടെടുക്കുന്നുണ്ട്. അച്യുതാനന്ദനും പിണറായി വിജയനും രാഷ്ട്രീയം കൊണ്ടെടുക്കുന്നുണ്ട്. മതത്തെ വെറുതെ വിട്ട് അവരാരും മതത്തെയല്ല കൈകാര്യം ചെയ്യുന്നത് എന്നതുപോലെ മതത്തെ വെറുതെ വിട്ടിട്ട് രാഷ്ട്രീയം പറഞ്ഞോളൂ. ആരിഫ് അലിയും സിദ്ദീഖ് ഹസനും കോഴിക്കോട് ഇറാ സെന്ററിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിച്ചോട്ടെ. അത് ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട് സമുദായത്തോട് മാപ്പ് ചോദിച്ചിട്ടാകണമെന്ന് മാത്രം. മതത്തെ വെറുതെ വിടണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മേപ്പാടത്തൊക്കെ തപ്പിയാ കിട്ടും ചിലപ്പോ. എന്തേ? പഴയകാല ജമാഅത്ത് തറവാട്ടിലെ താടിയും മുടിയും നരച്ച കാരമനോട് ചെന്നിട്ട് ചോദിച്ചു നോക്ക്, എത്ര വരെയാ സ്കൂളിൽ പഠിച്ചത്? 10 വരെ. എവിടെ കാരണം നിങ്ങൾ SSLC ബുക്ക് എന്ന് ചോദിച്ചാൽ അയാൾ ദയനീയമായി മുഖത്ത് നോക്കി പറയും, അത് ഞാൻ SSLC പരീക്ഷ എഴുതി ബുക്കുമായി വരുമ്പോ ബാപ്പണ്ടായിരുന്നു ഉമ്മരപ്പടിയില്, മൂപ്പര് വാങ്ങി അടുപ്പിലിട്ടതാണ്. എന്താ കാരണം? ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്റെ മകൻ ആ SSLC ബുക്ക് കൊടുത്ത് വല്ല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ തൂപ്പുകാരന്റെ പണിയെങ്കിലും വാങ്ങിയ മാപ്പിളയാതിന്ന് പുറത്തു പോകൂലേ? അതുകൊണ്ട് ബാപ്പ കണ്ണിമ്പിയാണ്ട് മകൻ കാഫിറാകരുത് വിചാരിച്ച് SSLC ബുക്ക് അടുപ്പിലിട്ടതാണ്. അല്ലേ? ഇത് രാജ്യത്ത് നടന്ന സംഭവങ്ങളല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ എടുത്ത തീരുമാനം? ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജമാഅത്തിന്റെ തൗഹീദ് എങ്ങനെയായിരുന്നു? 1960 ജനുവരി 15 പ്രബോധനമാണ് എന്റെ കയ്യിൽ. വളരെ കൃത്യമാണ്. എന്റെ കയ്യിൽ ഇത് ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കും. ഞാൻ ഈ നാട്ടുകാരനാണ്. എന്താണ് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നയം? എന്താണ് ആ നയം? അടുത്ത ഫെബ്രുവരി 1 കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. ഇതു സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി ബോധപൂർവം സ്വീകരിച്ചിട്ടുള്ള വിട്ടുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും. ഓല മലയാളം അങ്ങനെയൊക്കെ ഉണ്ടാകും. എങ്കിലും ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്ത് അംഗങ്ങളോ അതിന്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള മറ്റു ബന്ധുക്കളോ പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ഇലക്ഷനിൽ ഒഴിഞ്ഞു നിൽക്കണം. 1960 ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദാണ്. എന്നാൽ 1961 പ്രബോധനം, ആ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടുണ്ട്.
കള്ള് നിരോധിക്കാൻ തീരുമാനിച്ച നാട്ടിലെ എക്സൈസ് വകുപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷൻ അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനായി ഇലക്ഷൻ കമ്മിറ്റി എന്നറിയില്ല. ഏതായാലും പ്രബോധനത്തിൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസ്താവന എന്താണ്? നിലവിലുള്ള ഭരണ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് ചില പ്രത്യേക നിബന്ധനകളോട് കൂടിയല്ലാതെ അനുവദനീയമല്ല. 1961 പ്രബോധനത്തിൽ ഒരു ജമാഅത്തുകാരന് വോട്ട് ചെയ്യല്, മത്സരിക്കലല്ല, വോട്ട് ചെയ്യൽ സ്വീകാര്യോഗ്യമാകണമെങ്കിൽ 3 ഷർത്തുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നിസ്കരിക്കാൻ ഒന്നും ആവശ്യമായതുപോലെ ആവശ്യമുള്ള സംഗതി. എന്താണ് ആ ഷർത്തുകൾ? 1, പൊതുജനാഭിപ്രായം ഏതെങ്കിലും ഒരു വ്യവസ്ഥക്ക് അനുകൂലമാകുന്നത് മാത്രം മതി ഫലത്തിൽ ആ വ്യവസ്ഥ സ്ഥാപിതമാകുവാൻ എന്ന നില നാട്ടിൽ വന്നു കഴിയുക. 2, നമ്മുടെ പ്രബോധന പ്രചരണങ്ങളാൽ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷത്തെ നമ്മുടെ അഭിപ്രായ ഗതിക്കാരാക്കി കഴിഞ്ഞിരിക്കുകയും അനിസ്ലാമിക വ്യവസ്ഥയെ മാറ്റി ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കുവാൻ നാട്ടിൽ പൊതുവായ ആവശ്യം സംജാതമാവുകയും ചെയ്യുക. സോളിഡാരിറ്റിക്കാരാ, 1961 പ്രബോധനത്തിന്റെ പച്ചമലയാളമാണ് ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യണമെങ്കിൽ പോലും ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദ് ഉള്ളവനാകണമെങ്കിൽ എന്ത് വേണം? അവൻ മത്സരിക്കുന്ന നാട്ടിലെ ജനങ്ങളൊക്കെ ഓന്റെ കൂടെ നിൽക്കണം. അങ്ങനെ നിന്നിട്ടുണ്ടോ? ഒളിയത്തെറിച്ചിന്റെ പൊതി കൊണ്ടോണ കണക്കും നോക്കിയാണ്ട് വോട്ടിന്റെ വെട്ടിയിൽ എണ്ണാൻ നിന്നാലേ അത് വെറുതെ ആകുന്ന മനസ്സിലാക്കണേ നല്ലതാ. ഒളിയത്തെറിച്ച് ആൺകുട്ടികൾ കൊണ്ടുപോകും, വോട്ട് മര്യാദയ്ക്ക് കുത്തും ചെയ്യും. അത് മനസ്സിലാക്കണേ നല്ലതാ. ഓലിയത്രിച്ചിന്റെ പൊതിയും ഫിത്രായിരിന്റെ പൊതിയും കണ്ട് വോട്ടെണ്ണരുതേ. അത് മറ്റൊരു സംഗതിയാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു രാജ്യത്ത് മത്സരിക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം ജമാഅത്തുകാരന്റെ പ്രബോധനത്തിന് വിധേയപ്പെട്ട് ജമാഅത്തുകാരന്റെ മതം സ്വീകരിച്ചവരാകണം. പിന്നെയോ അവിടെ ഇസ്ലാമികമായ വ്യവസ്ഥിതി നടപ്പാക്കണം. ആ വ്യവസ്ഥിതി നടപ്പാക്കാനേ ഇലക്ഷനിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനും പാടുള്ളൂ. എന്നങ്ങൾ തുറന്നു പറയും. പന്തലിങ്ങലോ മേപ്പാടത്തോ അങ്ങനെ ജമാഅത്തുകാർ നിൽക്കണ ഏതെങ്കിലും ഒരു വാർഡിൽ ഉദാഹരണം പറയണം. ആ വാർഡിൽ ജമാഅത്തുകാരൻ മത്സരിക്കുന്നത് അവിടെ ഉമറുൽ ഖത്താബിന്റെ ഭരണം നടപ്പിലാക്കാനാന്ന് പച്ചമലയാളത്തിൽ പറയും. എന്നാ ഞങ്ങളൊക്കെ വോട്ട് ചെയ്തേരാം. അല്ലാതെ കഞ്ഞിയല്ല ചോറും അല്ല ചൊറിഞ്ഞി എന്ന് പറയുന്ന മലയാളമായിട്ട് ജനങ്ങളെ മുമ്പ് വരരുത്. തുറന്നു പറഞ്ഞോളി, ഞങ്ങളെങ്ങാനും ആ വാർഡിൽ ജയിച്ചാൽ ഞാൻ പഞ്ചായത്തിൽ മെമ്പറായ എന്റെ നാട്ടിൽ എന്തായാലും കട്ടോന്റെ കൈവെട്ടുന്നുള്ളത് തുറന്നു പറഞ്ഞോളി. അതിനെന്തിനാ നിങ്ങൾ മടിക്കണത്? ഇടന്ന അജണ്ട മതത്തിന്റെ പേരിൽ ആവശ്യമില്ല. രാഷ്ട്രീയം നിങ്ങൾക്ക് വേറെ കൊണ്ടടക്കാം, അല്ലെങ്കിൽ മതം കൊണ്ടടക്കാം. കാക്ക നടത്തം പഠിച്ച മാതിരിയാകരുത്. പഴമക്കാര് പറയുന്നത് പോലെ കാക്ക ചാടി ചാടി നടക്കുന്നു. പുതിയ നടത്തത്തിന്റെ റിഹേഴ്സൽ നോക്കി പരാജയപ്പെടുകയും അപ്പോഴേക്ക് പഴയ നടത്തം മറക്കും ചെയ്തു. ജമാഅത്ത് ഇപ്പൊ അവിടെയാണ്. പഴയത് മറന്നു, പുതിയത് പഠിച്ചതുമില്ല. ഇപ്പൊ ചൊറിഞ്ഞി എന്ന ശൈലിയിലാണ്. നിങ്ങൾ നോക്ക്, 3ാമത്തെ തീരുമാനം, തെരഞ്ഞെടുപ്പ് അനിസ്ലാമിക ഭരണഘടനയ്ക്ക് കീഴിലാവരുതേ. പ്രത്യുത നാട്ടിന്റെ ഭാവി വ്യവസ്ഥ ഏതു ഭരണഘടനയിൽ അധിഷ്ഠിതമാവണം എന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമാക്കിയായിരിക്കണം. അഥവാ ഗ്രാമപഞ്ചായത്തുക്ക് മത്സരിക്കുകയാണെങ്കിൽ, നിയമസഭയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ആ മത്സരിക്കുന്ന സമയത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേശപ്പുറത്തുള്ള നിയമാവലി ഏതാകണം? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിയമാവലിയാകാൻ പാടില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിലപാടനുസരിച്ചുള്ളതാകണം. എന്നാൽ ജമാഅത്ത് അങ്ങനെ വല്ല ഉറപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് പറയണം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. തുറന്നു പറയൂ നിങ്ങൾ ജനങ്ങളോട്, എന്നിട്ട് വോട്ട് ചെയ്യാൻ പറയൂ. അപ്പൊ നമുക്ക് ആലോചിക്കാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മാത്രം ലോകം തിരിഞ്ഞോലും ബാക്കി എല്ലാവരും പൊട്ടന്മാരോ എന്നുള്ള നിങ്ങളെ പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തെ മലയാളികൾക്കൊക്കെ മനസ്സിലാകുന്നുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാണ്. നല്ലതാണ്. നിങ്ങൾ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി, പിന്നെ സോളിഡാരിറ്റി, പിന്നെ ടൈലർ ഷാപ്പ് എന്ന് പുതിയൊരു കുപ്പായം തുന്നിച്ച് പുതിയൊരു കോലം കെട്ടിയാല് മുസ്ലിങ്ങൾ ഇതൊക്കെ മറക്കും. ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോ വളരെ കൃത്യമായ വിശ്വാസവും നിലപാടും മുസ്ലിങ്ങൾക്കുണ്ട്. എന്നീ 1961 കഴിഞ്ഞു. 1963 പ്രബോധനം പറയുന്നത് എന്താണ്? ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന് 1000 ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ. അതായത് ഇബ്ലീസിന് നമ്മൾ ഒറ്റവാക്കിൽ ഒരു ലയനത്തെ ചെല്ലലുള്ളൂ. ജമാഅത്തുകാരൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒറ്റ വാക്കിൽ 1000 ശാപ, 1000 ലയനത്താ ചെല്ല. അങ്ങനെ 1000 ലയനത്തെ നമ്മൾ ചൊല്ലുന്നുള്ളൂ. 1963 തൗഹീദ. ഇനി നിങ്ങൾ നോക്ക്, 1963
1985 ഡിസംബറിൽ രാഷ്ട്രീയ പാർട്ടികളും ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും എന്ന പേരിൽ പ്രബോധനത്തിൽ വന്ന ലേഖനം. ആ ലേഖനത്തിൽ ഭരണഘടനയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശക്തമായി നിഷ്കർഷിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനക്കും അംഗീകാരം നൽകാവതല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, അത് ജനവികസനമാവട്ടെ, ജനകീയ വികസനമാവട്ടെ, സോളിഡാരിറ്റി ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഇനി ഏത് പേര് വെച്ചാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകണമെങ്കിൽ കുറച്ച് ഷർത്ത് പറയാം. ആ ഷർത്തിൽ പറയുന്ന ബി എന്താണ്? അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക. രാഷ്ട്രത്തിന്റെ വരുമാനത്തിൽ ഒരു വീതം ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി നീക്കിവെക്കുക. എന്നാൽ അങ്ങനെ ഒരു പിടിച്ചെടുത്ത ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്ന് അധികാരത്തിന്റെ പേരിൽ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം മാപ്പളാര ശൈലിയല്ല, ഇസ്ലാമിന്റെ ശൈലിയല്ല. ഒരാൾ അല്ലാഹുവിന് പള്ളി നിർമ്മിക്കുമ്പോൾ പോലും മറ്റൊരുത്തന്റെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് പള്ളി നിർമ്മിച്ചാൽ ഇസ്ലാമിന് അത് സ്വീകാര്യമല്ല എന്നാണ് മുസ്ലിങ്ങളുടെ നിലപാട്. എന്നാൽ 1985 രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക തന്നെ വേണം. ഇനിയും നിങ്ങൾ നോക്ക്, 1989 പ്രബോധനമാണ്. ആ പ്രബോധനത്തിൽ പറയുന്നത് വിസ്മരിക്കപ്പെട്ട ശിർക്ക് എന്നാണ്, മറന്നുപോയ ശിർക്ക്. എന്നാൽ അക്കൂട്ടത്തിൽ സയ്യിദ് മൗദൂദി മറ്റൊരു കാര്യം കൂടി ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രാധാന്യമുള്ള തൗഹീദുമായി നേരിട്ട് തന്നെ ബന്ധമുള്ളതും എന്നാൽ മുസ്ലിം ലോകം പ്രയോഗത്തിൽ അവഗണിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്തു കളഞ്ഞതുമായ ഒരു പ്രശ്നമാണ്. അതായത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വശം. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. വിധികർത്തൃത്വം അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ അധികാരവും അവകാശവും സ്വതന്ത്രമായി മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. ഇതാണ് ആ പ്രശ്നം. മൗദൂദി പരിഹരിക്കാൻ വന്ന പ്രശ്നം എന്താണ്? ഇവിടെ മുസ്ലിമായി ജനിക്കുവാനും മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും ഈ രാജ്യം അനുഭവിച്ചു തരുന്ന മഹത്തായ സ്വാതന്ത്ര്യം ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക പ്രബോധനത്തിന് അനുഭവിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യവായു യുഎഇയിലോ സൗദിയിലോ ഒരു പൊതുസമൂഹത്തിൽ ചെന്നിങ്ങനെ മൈക്ക് കെട്ടി ഇസ്ലാം പറയാൻ അധികാരമില്ല. ആ മഹത്തായ സ്വാതന്ത്ര്യം നമ്മുടെ മണ്ണ് നമുക്ക് വകവെച്ച് നൽകുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് അവകാശപ്പെട്ടതായി തരികയാണ്. സൗദി അറേബ്യയിലോ അതുപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച പള്ളി മിമ്പറയിൽ ഒരു ഖത്തീബിന് ഖുത്ബയോദണമെങ്കിൽ ഔക്കാഫിൽ നിന്ന് ഭരണകൂടങ്ങൾ നൽകുന്ന ചീട്ട് നോക്കിയിട്ടേ പാടുള്ളൂ എന്നതാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെയുണ്ടോ? കണ്ണു പോയാലേ കണ്ണിന്റെ വിലയറിയുകയുള്ളൂ. ജമാഅത്തേർക്ക് അതൊന്നും പോരാ. എന്ത് വേണം? മൗദൂദി തന്നെ രാജ്യത്തിന്റെ ശ്രീകോവിലിൽ വിന്യസിക്കപ്പെടുന്ന ഒരു നല്ല സാഹചര്യം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എതിരൊന്നുമില്ല, നടക്കണമെന്ന് മാത്രം. എന്നിട്ട് വളരെ രസകരമായ ഒരു തമാശ കേട്ടോളൂ. ആരതാ തമാശ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ബുക്കേതാ തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്ത് പ്രസിദ്ധീകരിച്ചതാരാ? IPH. ആ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുകയാണ്, എന്നാൽ നിലവിലുള്ള ഭരണ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. എങ്ങനെ? അച്യുതാനന്ദനും പിണറായി, AK ആന്റണിയും, ഉമ്മൻചാണ്ടിയും, കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പാടെ യോഗം കൂടി നമ്മൾ എങ്ങനെ 5 കൊല്ലം മാറി മാറി വരിച്ചാലും റോട്ടിലെ കൊണ്ട് തീരുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു 5 കൊല്ലം ഇറാ സെന്ററിൽ ഈ കടലാസൊക്കെ കൊണ്ടുപോയി കൊടുക്കാന്ന് എല്ലാരും കൂടി തീരുമാനിച്ചു. അങ്ങനെ ഇറാ സെന്റർ ഒന്നായി ചക്രം വെച്ച് തിരുവനന്തപുരത്ത് കൊണ്ടാനും തീരുമാനിച്ചു. അപ്പൊ കാരക്കുന്ന് പറയാ, ഞങ്ങൾ ആ വൈക്കേ പോകൂല. ഏത് ജമാഅത്തെ ഇസ്ലാമി? ഇങ്ങനെ ഉണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്കാരാ? തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തല്ല, അത് ശരിധരിക്കപ്പെട്ട ജമാഅത്ത. നിലവിലുള്ള ഭരണ വ്യവസ്ഥക്ക് കീഴിൽ ഒരു ഭരണം നടത്താൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും അതിന് ഞങ്ങൾ തയ്യാറാവൂല. ഇതേതുപോലെ നിങ്ങള് മുന്തിരിക്ക് ചാടി കിട്ടാതെ മടങ്ങുന്ന കുറുക്കൻ പറഞ്ഞ കൗശല അത് പൊളിക്കുമെന്നേ. അതിനപ്പുറത്ത് ഇതിന് രാശിയല്ല. അതാണ് അതിന്റെ വസ്തുത. പച്ചമലയാളത്തിൽ എഴുതിയതാ. ഇനിയോ ഇങ്ങനെ 1980-കളിൽ 90-കളുടെ ആദ്യ പകുതികളിൽ ജമാഅത്തെ ഇസ്ലാമി നിലവിലുള്ള ഭരണ വ്യവസ്ഥയ്ക്കെതിരെ നിലകൊണ്ടു. സ്വാഭാവികമായും നിലവിലുള്ള ഭരണത്തെ എതിർക്കുമ്പോൾ ഒരു സമൂഹത്തെ നിലനിർത്താൻ പുതിയ ഭരണം ആവശ്യമാണ്. ആ പുതിയ ഭരണം നിലനിർത്താൻ ഒരിക്കലും ജനാധിപത്യം ജമാഅത്തുകാർക്ക് സ്വീകാര്യമല്ല. അതിനെന്ത് വേണം? അതിന് പിന്നെ വേണ്ടത് നിയമം കയ്യിലെടുക്കുക എന്നതാണ്. നിയമം കയ്യിലെടുക്കുക എന്നതാണ്.
അതുതന്നെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു. നിയമം കയ്യിലെടുക്കാൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം തൊട്ടു തന്നെ നിഗൂഢമായ നാൾവഴികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ കാണാം. ഏതൊരു തീവ്രവാദ പ്രസ്ഥാനത്തിനും ഉണ്ടാകുന്ന ഹിഡൻ അജണ്ടകൾ, ഇരട്ടമുഖങ്ങൾ, അതുപോലെ നിഗൂഢതകൾ ജമാഅത്തെ ഇസ്ലാമിയിലും കാണാം. അത് രൂപീകരിച്ച സ്ഥലം തന്നെ പരിചയപ്പെടുത്തുന്നു പ്രബോധനം. എവിടെയാണ് അത് രൂപീകരിച്ചത്? പഞ്ചാബിലെ പട്ടാൻകോട്ടുള്ള ദാറുൽ ഇസ്ലാം ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രം. പട്ടാൻകോട്ടിൽ നിന്ന് 4 നാഴിക അകലെ ഒരു റോഡ് പോലും ഇല്ലാത്ത വനമധ്യത്തിൽ ഇസ്ലാമിക ഗവേഷണങ്ങൾക്കും പ്രവർത്തക പരിശീലനത്തിനുമായി നിശ്ചയിക്കപ്പെട്ട 70 ഏക്കർ മണ്ണാണ് ഈ ദാറുസ്സലാം. ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വീരപ്പൻ പോയ ചന്ദനക്കാട് പോലുള്ള ഒരു കാട് ആവശ്യമുണ്ടോ കൂട്ടരെ? ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നമ്മളൊക്കെ റബ്ബർ സീറ്റ് കൊണ്ടുപോകാൻ പോകുന്ന ജീപ്പ് പോലും പോകാത്തൊരു നാട്, ഒരു കാട്. ആ കാട്ടിലാണ് ഖുർആനും സുന്നത്തും പരിശോധിക്കാൻ ജമാഅത്തെ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഗവേഷണം കാട്ടിലായി. വിവരം എന്ന് പറയുന്നത് ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടാത്ത സ്വയം ഗവേഷണങ്ങളുമായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എഴുതിയ ഒരു പുസ്തകമുണ്ട്. എന്താണ് ആ പുസ്തകം? ആഖിറത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. ആഖിറത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുസ്തകം. ആ പുസ്തകം എഴുതിയത് ടി മുഹമ്മദാണ്. അത് പ്രസിദ്ധീകരിച്ചത് IPH. കാട്ടിൽ നിന്ന് ഖുർആനും സുന്നത്തും വിവരമില്ലാതെ ഗവേഷണം ചെയ്തപ്പോ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ജമാഅത്തുകാർക്ക് കിട്ടിയ മസല എന്താണെന്നറിയങ്ങള്? കേട്ടോളൂ. ഇത് ആ പുസ്തകം പരിചയപ്പെടുത്തുന്നു. ഡാർവിന്റെ പരിണാമവാദം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ പരിണാമവാദങ്ങളിൽ വിശ്വസിക്കുവാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരാണ്. എന്താണ് ഡാർവിന്റെ പരിണാമം എന്നറിയങ്ങള്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയപ്പോ ഒരു മസാല ഉണ്ടായിരുന്നു. ഏതൊരു കൊരങ്ങൻ ഒരു മരക്കൊമ്പത്ത് വികൃതി കാട്ടി വാലൊടിഞ്ഞു. പിന്നെ ആ കൊരങ്ങനുണ്ടായ മക്കളൊക്കെ വാലില്ലാതെയായി. നമ്പർ 1 വിഡ്ഢിത്തം. ആക്സിഡന്റിൽപ്പെട്ട് കൈയൊടിഞ്ഞ വാപ്പാന്റെ കുട്ടി ജനിക്കുമ്പോ കൈയില്ലാതെയാകുന്നു പറഞ്ഞ വിഡ്ഢിത്തം വേറണ്ടോ? മാർഗകല്യാണം കഴിച്ച വാപ്പാന്റെ കുട്ടി ജനിക്കുമ്പോ മാർഗകല്യാണം കഴിച്ച് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ശാസ്ത്രലോകം പോലും ഉറക്കെ പറയാൻ മടിക്കുന്ന ഡാർവിൻ സിദ്ധാന്തം കാട്ടിലിരുന്ന് മരക്കൊമ്പിലേക്ക് നോക്കി കണ്ണാടിയിലേക്കും മാറി മാറി നോക്കിയപ്പോ ഏതൊരു മൗലവിക്ക് മനുഷ്യോൽപ്പത്തി കിട്ടിയതാണ്. വിവരമില്ലാതെ മതം കൈകാര്യം ചെയ്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം പോലും കവർന്നെടുക്കുന്ന ജമാഅത്തുകാർ. എന്തേ സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്. ഇങ്ങനെ നിഗൂഢമായ വഴികളിലൂടെ അത് കടന്നു വന്നു എന്ന് മാത്രമല്ല, നിലവിലുള്ള നിയമം ചോദ്യം ചെയ്ത് പുതിയ ഭരണവ്യവസ്ഥിതി സ്ഥാപിക്കണമെങ്കിൽ പോരാട്ടങ്ങളും വിപ്ലവങ്ങളും ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു വിപ്ലവം, ഇസ്ലാമിന് അധികാരം നേടാനുള്ള ഒരു വിപ്ലവം ഇസ്ലാമിക ചരിത്രത്തിലില്ല. പ്രതിരോധ സമരങ്ങളല്ലാതെ അധികാരമോ മതപ്രബോധനമോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ജിഹാദ് ഇസ്ലാമിലില്ല. അത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. നമുക്കറിയാലോ, മഹത്തായ ഇസ്ലാമിന്റെ സുചിന്തിതമായ നിലപാടാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ നിർബന്ധമായ ഒരു മതപരിവർത്തനവും മുസ്ലിങ്ങൾ അംഗീകരിക്കൂല എന്നതാണ്. ലൗ ജിഹാദിനെ പോലെ പത്രമാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒലക്കയും പാന്തവും ഏച്ചുകൂട്ടുന്നത് പോലെയുള്ള വാചക കസർത്തുകൾ ദുരുപദിഷ്ഠിതമായിരുന്നു. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു പരിവർത്തനമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രബോധനങ്ങൾക്കും സംരംഭങ്ങൾക്കുമെതിരെ തടസ്സം നിൽക്കുന്ന ശക്തികളോടുള്ള പ്രതിരോധ സമരമാണ് എന്ന് മുസ്ലിങ്ങൾ പഠിപ്പിക്കുമ്പോ ജമാഅത്തുകാർക്ക് വേണ്ടത് നിയമം കയ്യിലെടുക്കുന്ന വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി അടിച്ചിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിൽ ജമാഅത്തുകാരൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിക് ജിഹാദിനെ സംബന്ധിച്ച്. ഇസ്ലാം ഒറ്റ നോട്ടത്തിൽ എന്ന പേരിൽ IPH പുറത്തിറക്കിയ പുസ്തകത്തിൽ പറയുന്നു, ഇസ്ലാമിക് ജിഹാദ് എന്താണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിലും ഖുലഫാഉർ റാഷിദുകൾ അവരുടെ ഭരണകാലത്തും അനറബി ഭരണകർത്താക്കൾക്ക് ഇസ്ലാമിക പ്രബോധനം എത്തിച്ചതും അതും നിരസിച്ചതിനെ തുടർന്ന് ശക്തി പ്രയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തിയതും ഇതേ കർത്തവ്യത്തെ മുൻനിർത്തിയും ഇതേ ലക്ഷ്യത്തിനു വേണ്ടിയുമാണ്. ഈ ജിഹാദിന് പ്രതിരോധ സ്വഭാവമല്ല, മുന്നേറ്റ സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ആക്രമണപരമായ ജിഹാദ് എന്ന് വിശേഷിപ്പിക്കാം. അക്രമപരമായ ളുൽമിൽ അധിഷ്ഠിതമായ ഒരു ജിഹാദ് അല്ലാഹുവിന്റെ പ്രവാചകൻ നടത്തിയെന്നോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബ നടത്തിയെന്നോ
പച്ച മലയാളത്തിൽ എഴുതി വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തള്ളിക്കളഞ്ഞ് മൗദൂദി സ്വപ്നം കാണുന്ന അധികാരത്തിലേക്ക് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ ഇസ്ലാമിന്റെ ജിഹാദിനെ അക്രമമായി ചിത്രീകരിക്കുന്നു. ഇത് പടിഞ്ഞാറുകാരന്റെ സ്വരമാണ്, സിയോണിസ്റ്റുകളുടെ സ്വരമാണ്, ഓറിയന്റലിസ്റ്റുകളുടെ സ്വരമാണ്. മക്കയുടെ മണലാരണ്യത്തിൽ ജന്മനാട്ടിൽ ക്രൂരമായി അറുകൊല ചെയ്യപ്പെടാൻ കടന്നു വന്ന ശത്രുക്കളോട് മനുഷ്യ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ശൈലിയിൽ പ്രതികരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ തറവാട്ടിൽ ജനിച്ച മുസ്ലിങ്ങൾ റോഡുകളിൽ അവഹേളിക്കപ്പെടാൻ തുടങ്ങിയപ്പോ പ്രതിരോധത്തിന് പോലും പ്രഥമഘട്ടത്തിൽ സമ്മതം നൽകാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും അക്രമപരമായ ജിഹാദ് നടത്തിയിട്ടില്ല, അധികാരത്തിന് വേണ്ടി യുദ്ധം നടത്തിയിട്ടില്ല, പ്രബോധനത്തിന് വേണ്ടി യുദ്ധം നടത്തിയിട്ടില്ല. നിലവിലുള്ള ജനാധിപത്യത്തിനെതിരെ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ ഇസ്ലാമിന്റെ ജിഹാദിനെ പടിഞ്ഞാറുകാരന്റെ സ്വരത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിശദീകരിച്ചു. ഞങ്ങൾ തീർത്തു പറയുന്നു, ഏഷ്യാവൻകരയിൽ രൂപം കൊണ്ട ഏതൊക്കെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ടോ ആ ഭീകരവാദ സംഘടനകളുടെ പ്രസവ വേദന അനുഭവിച്ച ഒരു പ്രത്യാശാസ്ത്രം ഇന്ത്യയിലുണ്ടെങ്കിൽ അബുല്ലാല മൗദൂദിയുടെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ആധികാരികമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. പ്രബുദ്ധ മലയാളികളിൽ ഒറ്റപ്പെട്ടു പോയ ചില അമുസ്ലിം നേതാക്കളെ കൊണ്ടുവന്ന് മതേതരത്വം തെളിയിക്കാൻ പെടാപാടുപെടുന്ന ജമാഅത്തുകാരൻ പ്രബുദ്ധ മലയാളികളുടെ ഈ അന്വേഷണങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ തയ്യാറാകണം. ജിഹാദിനെ അക്രമോത്സുകമായ ആക്രമണപരമായ ജിഹാദായി ചിത്രീകരിച്ചു. എന്നാലേ നിയമം കയ്യിലെടുക്കാൻ മുസ്ലിങ്ങളെ കിട്ടുള്ളൂ. മാത്രല്ല, മൗദൂദിയുടെ ആശയം എന്താ? ഇവിടെ നിസ്കരിക്കുന്നതും അല്ലാഹു അക്ബർ എന്ന് ചെല്ലുന്നതൊക്കെ ഇവിടെ ഇസ്ലാമിക ശത്രുക്കൾക്കെതിരെ, താവൂത്തുകൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനാണ്. ടി കെ അബ്ദുള്ള മൗലവി പറയാണ്, അല്ലാഹു അക്ബർ എന്നതൊരു ആരാധനയല്ല, അല്ലാഹു അക്ബർ എന്നതൊരു പ്രാർത്ഥനയല്ല, പിന്നെയോ അധർമ്മകാരികൾക്കെതിരെ, താവൂത്തുകൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അതാണ് അല്ലാഹു അക്ബറിന്റെ അർത്ഥം. അത് കേവലം ഒരു ദുആ അല്ല, പ്രാർത്ഥനയല്ല. ഹജ്ജിലെ പല പ്രാർത്ഥനകൾ പോലും അതിന്റെ സ്പിരിറ്റോടുകൂടി വായിച്ചാൽ പ്രാർത്ഥനകളല്ല, ശത്രുവിനോട്, ധിക്കാരിയോട്, താവൂത്തിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ എന്നത് താവൂത്തിനോടുള്ള യുദ്ധപ്രഖ്യാപനാണ്. ഏതാ താവൂത്ത്? ഇന്ത്യൻ ജനാധിപത്യം, മതേതരത്വമാണ് താവൂത്ത്. ഇത്തരം പ്രചരണങ്ങൾ ഈ രാജ്യത്ത് നടന്നാൽ ഹൈന്ദവ വർഗീയവാദികൾക്ക്, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരളു പറിച്ചു തന്ന ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തുകാരന്റെ വാചകകാരനായിട്ടുണ്ടോ? ഈ അല്ലാഹു അക്ബർ എന്ന യുദ്ധപ്രഖ്യാപനത്തിന്റെ വികാരപരമായ ഇത്തരം സന്ദേശങ്ങൾ ചില മുസ്ലിം ചെറുപ്പക്കാരെയെങ്കിലും ഭീകരവാദികളാക്കൂലേ? ഭീകരവാദവും തീവ്രവാദവും നിലകൊള്ളുന്നത് നിലവിലുള്ള ഭരണത്തോടും നിയമത്തോടുമുള്ള നിഷേധാത്മകമായ മനസ്സിൽ നിന്നാണ് ഭീകരവാദം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിഷേധാത്മകമായ നിലപാടിലേക്ക് മുസ്ലിം ഇന്ത്യയെ ആദ്യം കൈപിടിച്ചു കൊണ്ടുപോയത് അബുല്ലാല മൗദൂദിയ. എന്തിന്? നിലവിലുള്ള ഭരണം മാറ്റി മൗദൂദിയുടെ ഭരണം നിലനിർത്താൻ, അധികാരത്തിന് വേണ്ടി. എന്നാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം എന്നറിയങ്ങള്? 1990കളുടെ ആദ്യ കാലഘട്ടം വരെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു നിന്നു. പക്ഷേ ഇടക്കാലത്ത്, ചില അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തുകാരെ നിരോധിച്ച സമയത്താണ് മൗലവിമാർക്ക് മനസ്സിലായത് നമ്മൾ സ്വപ്നം കാണുന്ന ഇസ്ലാമിക ഭരണത്തിന് സുഖമുള്ള ഏർപ്പാടല്ല. കാരണം ഗോതമ്പിന്റെ ചോറും കൊതുകിന്റെ കടിയും കൊള്ളേണ്ടി വന്നു ചിലർക്കെങ്കിലും ജയിലിൽ നിന്ന്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന ഒന്ന് മാറ്റി നമുക്ക് ഇനി ഹുക്കൂമത്തെ ഇലായി വേണ്ട, ഇഖാമത്തുദ്ദീനാക്കാന്നൊന്നാണ് ചെരിച്ചു വെച്ചു. പക്ഷേ പൂച്ചനെ പിടിച്ചിട്ടതുപോലെ എങ്ങനെ ഇട്ടാലും ജമാഅത്ത് കൗന്നേ പോകും. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് നോമ്പ് വെച്ച് അത് പഠിപ്പിച്ച് നടക്കാൻ അർത്ഥം വെക്കാം. പക്ഷെ ജമാഅത്തുകാരന്റെ ഇഖാമത്തുദ്ദീൻ അപ്പോഴും അവിടെയല്ല, പേരൊന്നും മാറ്റി. എന്തേ? പലയിടത്തും ജമാഅത്തിന് തീഷ്ണമായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. വയനാട് ജില്ലയിലെ ഒരു കാർട്ടൂൺ ഹൽക്കയുടെ ഓഫീസിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തുകാര് ഒളിച്ചിരിക്കുക. ആ സമയത്താണ് പോലീസുകാര് ജമാഅത്തുകാരെ തെരഞ്ഞു വരുന്നത്. അങ്ങനെ തെരഞ്ഞു വരുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്ത് ചെയ്തു? പറയുന്നത് ബോർഡാണ് മാറ്റി വെച്ചു. എന്നിട്ട് ഓഫീസ് കുത്തുന്ന നന്നായി കുത്തുബിയത്ത് ചെല്ലി. യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ കൂട്ടത്തിലൊരു മുസ്ലിം പോലീസുകാരുണ്ടെങ്കിൽ അയാള് പറഞ്ഞു, സാറന്മാരെ ഇവര് ജമാഅത്തുകാരല്ല, കാരണം ജമാഅത്തുകാർ കുത്തുബിയത്ത് ചെല്ലാറില്ല. അങ്ങനെ കുടുങ്ങിയപ്പോ കുത്തുബിയത്ത് ചൊല്ലി രക്ഷപ്പെട്ടവരുണ്ട്.
ഇനി ജമാഅത്തുകാരൻ ജിഹാദിനെ അക്രമപരമായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പുസ്തകം എഴുതിയ ജമാഅത്ത്, വിപ്ലവത്തിന്റെ തീക്കട്ട തീപ്പന്തെന്നൊക്കെ പറഞ്ഞ് മൗദൂദിയെ പരിചയപ്പെടുത്തുന്ന ജമാഅത്തുകാരെ ഉസ്രത്തിരങ്ങള് പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ ജമാഅത്തുകാരന്റെ ഉസ്രൊലിച്ചു പോയൊരു രംഗം പറയുന്നത്. അതെന്താ? ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചപ്പോ കോഴിക്കോട് വെച്ച് കുറച്ച് ജമാഅത്തുകാര് രഹസ്യ യോഗം കൂടണം. ആ രഹസ്യ യോഗത്തിൽ വെച്ചുകൊണ്ട് അലീഗഡിൽ നിന്ന് വന്ന ഇംഗ്ലീഷിലുള്ള സർക്കുലർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പഠിപ്പിക്കുക. ആ സമയത്ത് ആ യോഗത്തിൽ ആരൊക്കെയുണ്ട്? ഉസ്മാൻ തറുവായിയും പി കോയ സാഹിബ്. ആരാവലൊക്കെ നമുക്കറിയാം. നിലവിലുള്ള ചില ഭീകരവാദ സംഘടനകളുടെ കണ്ണികളാണ് ഇവരൊക്കെ. അതിന്റെ പ്രൊഡക്റ്റുകൾ ആരാ? ജമാഅത്തെ ഇസ്ലാമിയ. വ്യക്തമായി തിരിച്ചറിവില്ലേ ചരിത്ര വിദ്യാർത്ഥിക്ക്? നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, എന്താണ് ഇവരൊക്കെ കൊണ്ടുവന്നത്? NDF-കാരൻ പ്രതിരോധം അപരാധമല്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് മലയാളികൾക്കിടയിൽ വന്നത്. എന്തായിരുന്നു അതിന്റെ താല്പര്യം? ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ശൈലിയുണ്ട്. അത് രാജ്യത്തിന്റെ ജുഡീഷ്യറിയിലൂടെയാണ്, രാജ്യത്തിന്റെ ജനാധിപത്യത്തിലൂടെയാണ്. ഈ രാജ്യത്ത് സെക്കുലർ മനസ്സുള്ള ജനമനസ്സുകളുടെ മനസ്സ് സ്വാധീനിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ പ്രതിരോധിക്കുന്നത്. NDF-കാരൻ പറഞ്ഞു, സമ്മേളനം നടത്താൻ പെട ആള് വേറല്ലേ, വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് നിലവിലുള്ള സംവിധാനത്തിലൂടെ പ്രതിരോധിച്ചിട്ട് കാര്യമല്ല, പിന്നെ എന്ത് വേണം? പ്രതിരോധത്തിന് നിയമം കയ്യിലെടുക്കണമെന്ന് മലയാളികൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തി. പക്ഷേ ഇന്ത്യ രാജ്യത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. ഒരു ഭീകരവാദത്തെയും ഈ രാജ്യം വെച്ചു ഉറപ്പിക്കില്ല. അതാണല്ലോ ഈ അടുത്ത കാലത്ത് ബാൽ താക്കറെ എന്ന് പറയുന്ന വർഗീയ കോമരത്തിന്റെ മൂക്കിന് ചുവട്ടിൽ പോലും ഇന്ന് ഹിന്ദുത്വ ശക്തികളെ കാണാനില്ല. എന്തേ? രാജ്യം അത് തിരസ്കരിച്ചു. ഇതുപോലെ NDF-കാരന് പിന്നെ കണ്ണൂർ ബൈ ഇലക്ഷൻ വന്നപ്പോ അവര് പറഞ്ഞു പ്രതിരോധം. ആ പ്രതിരോധം എന്ന് പറയുന്നത് നിലവിലുള്ള വഴി കൂടെ തന്നെ, ജനാധിപത്യത്തിലൂടെ പ്രതിരോധിക്കാൻ പിന്നെ NDF ആവശ്യമുണ്ടായിരുന്നോ? ഇതുകൊണ്ട് ശാക്തീകരണം പറയുന്ന NDF-കാരൻ എന്തു ചെയ്തു? നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പോലും ശിഥിലതയുണ്ടാക്കി, ശാക്തീകരണം ഉണ്ടാക്കിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്നതോടുകൂടെ സമുദായം ശാക്തീകരിക്കപ്പെട്ടോ, ശിഥിലീകരിക്കപ്പെട്ടോ? ആദർശ രംഗത്ത് ശിഥിലീകരണം കൊണ്ടുവന്ന ജമാഅത്തുകാരൻ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും ചൈതന്യം കൊണ്ടുവന്നു എന്ന് മാത്രം. അതിനപ്പുറം എന്തു സംഭാവന ചെയ്തു? ഇനി നിങ്ങൾ നോക്ക്, അങ്ങനെ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോ ആ സർക്കുലർ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഒരു വാതിലിന് ചവിട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. ആ സൗണ്ട് കേട്ടപ്പോ ജമാഅത്തുകാർ മനസ്സിലാക്കി പോലീസുകാരാകുന്നു. അപ്പൊ ജമാഅത്തുകാർ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ സർക്കുലർ അടിയന്തരാവസ്ഥയിൽ പ്രവർത്തന രംഗത്തിറങ്ങുമ്പോൾ പിടികൂടപ്പെട്ടാൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യാതൊരു വിവരവും നൽകുകയില്ലെന്ന് കേന്ദ്ര സമിതിയിലുള്ളവരെല്ലാം അല്ലാഹുവിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ ജമാഅത്തുകാരാ, നിനക്ക് സമൂഹത്തോട് പറയാൻ പറ്റിയതും പറയാൻ പറ്റാത്തതുമായ രണ്ട് മുഖമുള്ളത് കൊണ്ടല്ലേ ആ പ്രതിജ്ഞ? SSF-ഉം SYS-ഉം തെറ്റുദ്ധാരണയുടെ പേരിൽ നാളെ എങ്ങാനും നിരോധിക്കപ്പെട്ടാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന സകലമാന സർക്കുലറുകളും ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഞങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കും. ഞങ്ങൾക്ക് അതിൽ പ്രതിജ്ഞയുടെ ആവശ്യമില്ല. എന്തേ നിനക്കിങ്ങനെ ഒരു പ്രതിജ്ഞ ആവശ്യമായി വന്നത്? രാജ്യത്ത് പറയാൻ പറ്റാത്തത് നിന്റെ കയ്യിൽ ഇരിപ്പായിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ആ ചവിട്ട് കേട്ടപ്പോ ജമാഅത്തുകാർ എന്ത് ചെയ്തു? നിങ്ങൾ കയ്യിലുള്ള പ്രസ്ഥാനത്തിന്റെ വിലപ്പെട്ട സർക്കുലർ കീറി കീറി കഷ്ണങ്ങളാക്കി ക്ലോസറ്റിലിട്ടു. അങ്ങനെ ക്ലോസറ്റിലിട്ടു. എന്നിട്ട് മെല്ലെ വാതില് തുറന്നു നോക്കി. അപ്പൊ എന്താ സംഗതി? നിങ്ങള് ആ ലോഡ്ജിന്റെ അപ്പുറത്തെ റൂമില് വാതില് ജാമായിട്ട് തുറക്കാൻ കിട്ടായിട്ട് ആ റൂമിലുള്ള ആൾക്കാർ ചവിട്ടി തുറക്കണം. തീക്കൊള്ളിയോണ്ട് ഏറിട്ട് നായിക്ക് മിന്നാമിങ്ങനെ കാണുന്ന പേടി എന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലെ ജമാഅത്തുകാർ ഹുക്കുമത്തയിലായി ഉണ്ടാക്കാൻ നടന്നപ്പോ വന്ന ഉസ്ര. ഇത്തരം ചില ദശാസന്ധികൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരിടേണ്ടി വരികയും ജനാധിപത്യ വിരുദ്ധ വിപ്ലവത്തിലൂടെ അധികാരം കിട്ടൂല എന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോഴാണ് ജമാഅത്തുകാരൻ മെല്ലെ ഒരു പുതിയ ശൈലി ഉണ്ടാക്കി, ആശയം മാറ്റി. അത് TK അബ്ദുള്ള മൗലവി പറയുന്നുണ്ട്, നമുക്ക് ഇത്തരം കാര്യമൊന്നും ഇപ്പൊ ജമാഅത്ത് പോലും പറയണില്ല. ഇതേ കാരണം നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ചു പോണ്ടേന. അത് നിങ്ങൾക്ക് തോന്നിന്റെ മുമ്പ് മുസ്ലിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ജമാഅത്തുകാർ പറയാ ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്. നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നെല്ലാം പറഞ്ഞുവിടൂ. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. അപ്പോ ജമാഅത്ത് എന്ന് പറഞ്ഞാലും സോളിഡാരിറ്റി എന്ന് പറഞ്ഞാലും വികസന മുന്നണി എന്നൊക്കെ പറഞ്ഞ പദം കൊണ്ടുള്ള കളിയാ. ഞങ്ങൾ ഏതന്നെയാ പൂച്ചനെ പിടിച്ചിട്ട മാതിരി തന്നെയാണ്.
അതല്ല അതിന്റെ അർത്ഥം. എന്നാ ആ കളിയൊക്കെ തിരിയണ കുട്ടികളാണ് ഇപ്പൊ കേരളത്തിലുള്ളത് എന്നും കൂടിയാണ് മനസ്സിലാക്കി. ആ പറഞ്ഞതിന്റെ മലയാളം എന്താ? ഞങ്ങൾ ഈ ഡെമോക്രസി എന്നൊന്നും പറഞ്ഞ് കടിച്ചാ പൊട്ടാത്ത 4 മലയാളം പറഞ്ഞാൽ മലയാളിയാക്ക് അതൊന്നും തിരിയില്ല. ജമാഅത്ത് കുപ്പായം മാറ്റി വികസന കുപ്പായിട്ടാ ഞങ്ങളൊക്കെ ആകെ ഇവിടുത്തെ വലിയ ജനാധിപത്യത്തിന് ആൾക്കാരാണ്, ലോകരാണ് വിശ്വസിക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇത്തരം ചില പ്രതിസന്ധികളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മാറേണ്ടി വന്നു. ഇതൊക്കെ പറയുമ്പോ ജമാഅത്തെ ഇസ്ലാമിയിലെ ചെറുപ്പക്കാർ ചില ന്യായം പറയും. അതെന്താ നിങ്ങള് ഇങ്ങനെയൊക്കെ ലോകത്ത് പ്രചരണം നടന്നപ്പോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്തായാലോ, നയം മാറിയതാ, പണ്ട് പറഞ്ഞത് മാറ്റിയെന്നാ പ്രശ്നം, ഞങ്ങൾ ഇഞ്ഞും മാറ്റും. മുമ്പ് മലമൂത്ര വിസർജനം നടത്തുന്ന കുട്ടിയോട് ഒരു കാരണവര് പറഞ്ഞു രണ്ടും പാടെ ഒപ്പം പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞു ഞാൻ അതിൽ ഒപ്പിറ്റാ തിന്നണത്. ഇതല്ലേ ആ ശൈലി? എന്നിട്ട് അതിന് ജമാഅത്തിന്റെ ന്യായീകരണം ഞങ്ങൾ മാറ്റും. എന്തേ കാരണം? മാറ്റുന്നതിനെ കുറ്റം പറയുകയാണെങ്കിൽ ആദ്യം അള്ളാനെ കുറ്റം പറയേണ്ടി വരുന്ന. എന്തേ? അള്ള ഖുർആനിൽ കുറെ മാറ്റിയിട്ടില്ലേ? അപ്പൊ ആരാ സാധനങ്ങൾ? ജമാഅത്തുകാരന്റെ ന്യായീകരണം ഞങ്ങൾ ഇഞ്ഞും മാറ്റും. മാറ്റുന്നതിനെ എതിർക്കുകയാണെങ്കിൽ ആദ്യം അള്ളാനെ എതിർക്കേണ്ടത്. ഒന്നാമത്തെ ന്യായീകരണം കേട്ടോളൂ. പണ്ട് പറഞ്ഞത് പലതും പിന്നെ മാറ്റി എന്നതാണ്. ഇതാണ് വലിയ പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ജനാധിപത്യ ഭരണം വരണമെന്ന്. സെക്യുലറിസത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് ഗുഫ്രാണ് എന്ന് പറഞ്ഞു, ഇപ്പോൾ സെക്യുലറിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. ദേശീയതയെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു, സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയുന്നില്ല, മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് എന്താണ്, പിന്നെ പറഞ്ഞത് എന്താണ്, മാറ്റി പറഞ്ഞത് എന്താണ്? ഇത് ഞാൻ വിശദീകരിക്കും, വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണോ? മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാറ്റും, ഇനിയും മാറ്റും. പക്ഷെ മാറ്റുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പരിപാടിയാണോ? മാറ്റുക എന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആന്റെ പരിപാടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമുക്കാർക്കും മാറ്റാൻ കഴിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാറ്റാൻ കഴിയും. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റുക എന്നത് ഒരാരോപണമായി ഉന്നയിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെയല്ല ഉന്നയിക്കേണ്ടത്. അങ്ങനെ മുസ്ലിങ്ങൾ ഉന്നയിക്കൂല. കാരണം എന്താ അറിയോ? അള്ള മാറ്റുന്നത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമാണ്, മൗലവിമാര് മാറ്റുന്നത് മാപ്പിള തറവാട്ടുന്ന് പുറത്താണ്. അതാ വ്യത്യാസം. അള്ളാഹു മാറ്റിയില്ലേനാ, അള്ളാഹു മാറ്റി, അത് ഞങ്ങൾ സ്വീകരിച്ചു, മൗലവി മാറ്റുമോ സ്വീകരിക്കണോ? അപ്പൊ സഹോദരന്മാരെ, ഇനി വേറൊരു മൗലവിന്റെ മറുപടി, പണ്ട് മാറ്റിയത് മുമ്പ് മാറ്റിയില്ലേന്നാ. അതിന് ലക്ഷക്കണക്കായ പ്രവാചകന്മാര് വന്നില്ലേ, ഓരൊക്കെ മാറി മാറിയിട്ടല്ലേ പറഞ്ഞു എന്നാ. മൗലവിമാരെ ഇവരാരാ സാധനങ്ങൾ? ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ പറഞ്ഞത് മാറ്റാൻ തന്നെയല്ലേ? എന്നിട്ട് മൗലവി പറയുന്നു, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പണ്ട് ചെയ്തതല്ലല്ലോ പിന്നെ ചെയ്തത്. കിബില വരെ മാറ്റിയില്ലേ? കിബില വരെ മാറ്റിയില്ലേ? മസ്ജിദുൽ അക്സയിൽ നിന്ന് കഅബയിലേക്ക് കിബില മാറ്റിയില്ലേന്നാ. അപ്പൊ അത് ഇനിയും നടക്കും, ഇനിയും നടക്കും. സൗദിയിലും പാകിസ്ഥാനിലൊന്നും ഇസ്ലാമിക ഭരണമല്ല എന്നുള്ളതാണ് ജമാഅത്തിന്റെ പോളിസി. എന്നാ ഏതെങ്കിലും അമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ ജമാഅത്തുകാരന് ഭരണം കിട്ടിയെന്ന് വിചാരിച്ച, അല്ലാഹ് കാക്കട്ടെ, അങ്ങനെ കിട്ടിയാൽ, അങ്ങനെ ഒരു ഭരണം കിട്ടിയാൽ നിങ്ങൾ ഒരു പക്ഷേ ജമാഅത്തുകാർ പറയും, എന്ത് കഅബ ഭരിക്കണ സൗദിയിലൊന്നും ഇസ്ലാമിക ഭരണമല്ല, അതുകൊണ്ട് ഞാൻ മേപ്പാടത്തെ റഹ്മാനിയ കോളേജിക്ക് തിരിഞ്ഞോളി നിങ്ങൾ പറയോ? കാരണം മാറ്റാലോ, റസൂലുള്ള മാറ്റിയിട്ടില്ലേ? അപ്പൊ മാറ്റുവോ? മൗലവിന്റെ ന്യായീകരണം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടരെ ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്, ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇതിന്റെ മാതൃക പരിശുദ്ധ പ്രവാചകന്മാരാണ്. ഇതിന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, ഇതിന്റെ അധ്യാപനം, ഇതിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ നയപരിപാടികളും മാറിക്കൊണ്ടിരിക്കും.
എന്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ പ്രവാചകന്മാർ ഓരോ കാലത്തും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാത് കാലത്തിന്റെ വ്യത്യസ്തതയനുസരിച്ച് അവരുടെ നയപരിപാടികൾ മാറ്റിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരൊറ്റ നയപരിപാടി, എല്ലാ കാലത്തും ഒരൊറ്റ സമീപനമായിരുന്നെങ്കിൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നത് എന്തിനാണ്? ആദം അലൈഹിസ്സലാമയുടെ കാലത്തുള്ള ഫിഖ് അല്ലല്ലോ നൂഹ് അലൈഹിസ്സലാമയുടെ കാലത്തുള്ള ഫിഖ്. നൂഹ് അലൈഹിസ്സലാമയുടെ കാലത്തുള്ള ഫിഖ് അല്ല ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലത്തുള്ളത്. അതൊന്നുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത്. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എന്താ നിങ്ങൾ നയം മാറ്റുന്നത്? പണ്ട് പറഞ്ഞതൊക്കെ മറന്നുപോയോ എന്ന് ചിലരന്ന് ചോദിച്ചിട്ടുമുണ്ട്. അന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദേ, നീ പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണെന്ന് വാദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം കാണുന്നു? ശരിയാത്ത ആളുകൾ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ, ജീവിതത്തിന്റെ ആദ്യകാലത്തുള്ളതല്ല പിന്നീട് ഉണ്ടായിട്ടുള്ളത്, നയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയും. തുടക്കത്തിൽ തൗഹീദിൽ അടിയുറച്ച ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി വിശ്വസിച്ച് വളർന്നു വരുന്നതിന് മുമ്പ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു, അഥവാ ഹറാമാണ് എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ എന്തിനാണ് ഖബറിന്റെ അടുത്ത് പോകുന്നത്, ഖബറിന്റെ അടുത്ത് പോയാൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹ് ഖബർ സിയാറത്ത് ഹറാമാണ് എന്ന് പറഞ്ഞ അതേ റസൂലുള്ളാഹ് അത് ഹലാലാണെന്ന് മാത്രമല്ല സുന്നത്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോഴും ചില ആളുകൾ ചോദിച്ചു, എന്താ ഇന്നലത്തെ ഹറാം ഇന്ന് ഹലാലായി പോയി, ഇതെന്തൊരു നബിയാണ്? ഇന്നലത്തെ ഹറാം ഇന്നിതാ ഹലാലായിരിക്കുന്നു. അന്നും അവർ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം എന്താ? ഓരോ പശ്ചാത്തലത്തിൽ പ്രബോധിതരുടെ മനസ്സിന്റെ വളർച്ചയനുസരിച്ച്, പ്രബോധകന്മാരുടെ സാഹചര്യമനുസരിച്ച് നിലപാടുകളും ഫത്വകളും മാറിക്കൊണ്ടിരിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ കിബില മാറി എന്നുള്ളത്. കിബില മാറിയില്ലേ? കുറെ കാലം തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് ഒരു കിബിലയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ, നമസ്കരിച്ചുകൊണ്ടിരിക്കെ പിന്നീട് പറഞ്ഞു, അതല്ല നിങ്ങളുടെ കിബില, കിബില മസ്ജിദുൽ ഹറാമാണ്, കഅബയാണ്. പക്ഷെ അപ്പോഴും അവിടുന്ന് ചോദിച്ചിരുന്നു ചില ആളുകൾ, എന്ത് നബിയാണിത്? ഇന്നലെ വരെ അങ്ങോട്ട് തിരിയാ, ഇന്ന് ഇങ്ങോട്ട് തിരിയാ. അഥവാ റഹ്മാനിയ കോളേജിലെങ്കിലും കിബില മാറ്റിയാൽ മുണ്ടാൻ പാടില്ല. ചോദിച്ചാൽ നമ്മൾ അബൂജഹലും ആകും, ഓല് റസൂലുള്ളാഹിയാവും. ചോദിച്ചാൽ നമ്മള് കുറ്റക്കാരായി. മുമ്പ് ഒരു ചങ്ങായി പറഞ്ഞില്ല, ചെയ്താലും വിളിക്കാത്ത നമുക്ക് ഞാൻ വരാത്ത നമുക്കാണ്ടാന്ന് കരുതിയതാണ്. ഇപ്പൊ അവിടെയായി വിഷയം. ജമാഅത്തെ ഇസ്ലാമിയിലെ സാധാരണ മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ ന്യായങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്നാൽ ആ ന്യായവായത്തിലെ നമ്പർ 1 പൊള്ളത്തരം വിനയത്തോടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അമ്പിയാക്കൾക്കിടയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, അതുപോലെ കർമ്മശാസ്ത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റാൻ അർഹതയുള്ളവർക്ക് മാറ്റാം, മുജ്തഹിദുകളായ ഇമാമുമാർക്ക് മാറ്റാം, അത് തന്നെ കർമ്മശാസ്ത്രത്തിൽ. പക്ഷേ ഓരോ പ്രവാചകനും ലോകത്ത് വന്നിട്ട് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം ലോകത്തൊരുപോലെ പറഞ്ഞ തൗഹീദ് ഒന്ന് തന്നെയാണ്. ഒരു കാലത്ത് തൗഹീദിനെതിരായ ശിർക്ക് മറ്റൊരു പ്രവാചകൻ തൗഹീദാക്കിയിട്ടുണ്ടോ? ഒരു പ്രവാചകന്റെ കാലത്ത് ശിർക്കായത് മറ്റൊരു പ്രവാചകൻ തൗഹീദാക്കിയിട്ടുണ്ടോ? ഒരു കാലത്ത് തൗഹീദായത് മറ്റൊരു പ്രവാചകൻ ശിർക്കാക്കിയിട്ടുണ്ടോ? മൗദൂദി ചെയ്തത്, ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്, ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് ചെയ്തത്, സോളിഡാരിറ്റിക്കാരൻ ചെയ്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് എതിരായി അവർ പഠിപ്പിച്ച ശിർക്കിനെ പിന്നെ തൗഹീദാക്കി മാറ്റിയതാണ്. അല്ലേ? സോണിയാഗാന്ധിനെ നേതാവായി സ്വീകരിച്ച തൗഹീദിനെതിരാണ് പറഞ്ഞത്. ഇലക്ഷനിൽ പങ്കെടുത്താൽ അത് ശിർക്കാനാ പറഞ്ഞത്. ഇങ്ങനെ ശിർക്കിനെ തൗഹീദാക്കിയൊരു വ്യത്യാസം പ്രവാചകന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ന്യായീകരണം സമുദായത്തിന് സ്വീകാര്യമല്ല. മതത്തെ വെറുതെ വിട്ട് അധികാരത്തിന് മറ്റു വഴികൾ തേടലാണ് നല്ലത്. അള്ളാഹുവിന്റെ മതത്തെ ഇങ്ങനെ പച്ചയായി കൊള്ള ചെയ്യാൻ അനുവദിക്കൂല. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനിയോ അപ്പോ തൗഹീദിന് മാറിയിട്ടില്ല, കർമ്മശാസ്ത്ര പ്രവാചകന്മാരുടെ ഇടയിലുള്ള വ്യത്യാസം.
എന്നാ മൗദൂദിയുടെയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം തൗഹീദിലും ശിർക്കിലും. ആ തൗഹീദിലും ശിർക്കിലും മാറ്റണ്ടോ? ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്ത് അമീർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വാചകത്തിലെ ഒന്നാമത്തെ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ഒരു പ്രവാചകന്മാർക്കും മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ആരിഫ് അലി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അഖീദ, ആ അഖീദയുടെ അടിസ്ഥാന ആദർശം നമുക്കേവർക്കും പരിചയമുള്ള രണ്ട് കലിമത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന ചോദ്യത്തിന് ഒരുപാട് നീട്ടി മറുപടി പറയേണ്ട ഒരു കാര്യവുമില്ല. പ്രസ്ഥാനത്തിന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. ഈ ആദർശത്തിന്റെ ഒന്നാം ഭാഗം ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ആദർശമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തിട്ടുള്ള ഉമ്മത്തിന് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ആദർശവും ഇതുതന്നെയാണ്. മൗദൂദിയുടെ ആദർശവും മൗദൂദി രൂപപ്പെടുത്തിയെടുത്ത ഉമ്മത്തിന്റെ ആദർശവും രണ്ടാ. അതാ ഞങ്ങൾ പറയുന്നത് മൗദൂദിന്റെ തൗഹീദും സോളിഡാരിറ്റിക്കാരന്റെ തൗഹീദും രണ്ടാണ്. മൗദൂദിക്ക് ശിർക്കായത് ഇന്നത്തെ സോളിഡാരിറ്റിക്കാരനും വികസന മുന്നണിക്കാരനും തൗഹീദാ. ഇങ്ങനൊരു വ്യത്യാസം ഏതെങ്കിലും പ്രവാചകന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, അടിസ്ഥാനത്തിൽ മാറ്റം വരാൻ പാടില്ല എന്ന് ഖാലിദ് മൂസാ നദ്വി തന്നെ പറയുന്നുണ്ട്. അടിസ്ഥാനങ്ങൾ മാറാൻ പാടില്ലാത്തതും ശാഖകൾക്ക് മാറ്റം സംഭവിക്കാവുന്നതുമാണ്. മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ഇസ്ലാമിനെ കുറിച്ച് അത് മനസ്സിലാക്കൽ വളരെ വളരെ നിർബന്ധമാണ്. എന്നാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജമാഅത്തേർ അത് മനസ്സിലാക്കണം എന്നാ ഞങ്ങൾക്ക് പറയല്ലേ. ശാഖകളിൽ മാറ്റമുണ്ടാവും, തൗഹീദിൽ മാറ്റമുണ്ടാവൂല. ജമാഅത്തിൽ കൊല്ലങ്ങൾക്കനുസരിച്ച് മാറിയത് ശാഖയിൽ മാറുക എന്നത് എല്ലാവർക്കും തോന്നിയതോടെ പറയാനല്ല. മുജ്തഹിദുകളായ ഇമാമുകൾക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസം ഉണ്ടാകും. അവർക്കിടയിൽ പോലും തൗഹീദിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല, അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏതാ അടിസ്ഥാനം? തൗഹീദും ശിർക്കുമാണ് അടിസ്ഥാനം എന്ന് ടി കെ അബ്ദുള്ള മൗലവി. തൗഹീദ്, ഷിർക്ക്, അതിന്റെ എതിരായ ഷിർക്ക്, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനവും അകക്കഴമ്പുമാണല്ലോ. ആ അടിസ്ഥാനത്തിലും അകക്കഴമ്പിലും മാറ്റം പാടില്ല എങ്കിൽ ജമാഅത്ത് മാറിയത് എവിടെ? അവിടെയാണ്. അപ്പൊ ഞങ്ങൾ ഈ പറയുന്ന വൈരുദ്ധ്യത്തിന്റെ നാൾ വഴികളെ ന്യായീകരിക്കാൻ നിങ്ങൾ പ്രവാചകന്മാർക്കിടയിലെ വിഷയം കൊണ്ടുവന്നാൽ അത് മതത്തിന് ന്യായീകരണമാകൂല. ഒന്നാമത് പറഞ്ഞത് അള്ളാഹു മാറ്റി എന്നാണ്. അത് മൗലവിമാർക്ക് ബാധകമല്ല. പ്രവാചകന്മാർക്കിടയിൽ മാറിയത് തൗഹീദല്ല, ജമാഅത്തെ ഇസ്ലാമിക്കിടയിൽ മാറിയത് തൗഹീദാ. എന്നാ വേറൊരു മൗലവി പറഞ്ഞ എന്താ നിങ്ങള് നായെന്ന് പറഞ്ഞ് മാറാനുള്ളത് തന്നെയാണ്. മുമ്പൊരു ചങ്ങായി കടം കൊടുക്കാനുള്ളത് ഡേറ്റ് പറഞ്ഞു മാറിയപ്പോ എന്താ വാക്ക് മാറുന്നു? അപ്പൊ പറഞ്ഞു വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. ഇതേ വർത്താനം മൗലവി പറയാ നയം മാറിയില്ലേന്നാ. നയം മാറും, നയഞ്ഞും മാറും. ഇങ്ങളും മാറ്റിയില്ലേന്നാ. കുട്ടികള് മാങ്ങക്കെറിഞ്ഞു കുടിച്ചാണ്ട് ഓനും എറിഞ്ഞിക്കണ് അറിയുന്ന ഒരു വർത്താനം. ഇതേമാതിരിയാ മൗലവിന്റെത്. ഓലും മാറ്റിയിക്കണ്. എന്നിട്ട് മാറ്റിയൊരു ന്യായം പറയുന്നത് സുന്നികൾ മാറ്റിയെന്ന. എന്താ മാറ്റിയത്? ഒന്ന്, ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പാടുണ്ട് എന്നാ പറയുന്നത്. ഞങ്ങൾ ഖുർആൻ പരിഭാഷ സമസ്തകയുടെ ഔദ്യോഗികമായ നേതൃത്വത്തിൽ ഒരു ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടില്ല. ഇനി നിലവിലുള്ള പരിഭാഷ തന്നെ ഞങ്ങൾ എതിർത്ത അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരാർത്ഥം അള്ളാഹുവിന്റെ കൈ കാല് എന്നത് നേരാർത്ഥത്തിൽ വിശദീകരിക്കുന്നതിനെയാണ് ഞങ്ങൾ നിഷേധിച്ചത്. അങ്ങനത്തെ ഒരു സംവിധാനത്തെ ഞങ്ങൾ ഇന്നും അനുകൂലിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത് മൗലവി പറയുന്നത് പണ്ട് മദ്രസ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ പാടുണ്ട് എന്നല്ലേ, 10,000 ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ പണ്ട് പാടില്ല എന്ന് പറഞ്ഞ മദ്രസ എപ്പോഴും ഞങ്ങൾക്ക് പാടില്ലാത്തതാ. അതേതാ? മദ്രസന്റെ മീമ് ജഹന്നമിന്റെ മീമാന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതേത് മദ്രസയാ? മുജാഹിദിന്റെ ജമാഅത്തിന്റെ മദ്രസയാ.
അത് ജഹന്നമിന്റെ മീമാന്നുള്ളിൽ ഞങ്ങൾക്ക് പണ്ടും തർക്കമുണ്ടായിട്ടില്ല, ഇപ്പോഴും തർക്കമുണ്ടായിട്ടില്ല. എന്നിട്ട് മൗലവി പറയാണ് നയം എന്നുള്ളത് മാറാനുള്ളത് തന്നെയല്ലേ. നയമൊക്കെ എല്ലാവരും മാറും. ജമാഅത്ത് നയം മാറ്റി നയം മാറ്റി. ആരാ മാറ്റാത്തത്? സുന്നികൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല. ഇപ്പൊ അത് അച്ചടിച്ച് വെക്കുന്നു. എത്ര തർക്കം ഒരേ നടന്നിരിക്കുന്നു. ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. ഒരു കാലത്തും ലാ തജ്അലുൽ ബാനീന മദ്രസ വശീൽ യതഅല്ലമൂന. ഖിയാമത്ത് നാൾ വരെ മദ്രസ വഴിയിൽ കുട്ടികളെ അയക്കരുത്. ഇപ്പൊ 10,000 മദ്രസ ഉണ്ടെന്നാ പറയുന്നത്. സുന്നികൾ നയം മാറിയില്ലേ? ഇത് നയം എന്ന് പറഞ്ഞാൽ തന്നെ മാറുവാനുള്ളതാ. പക്ഷേ തൗഹീദ് മാറാനുള്ളതല്ല. തൗഹീദ് മാറാനുള്ളതല്ല മൗലവിമാരെ. ജമാഅത്തിന് മാറിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു പ്രവാചകനും വ്യത്യാസമില്ലാത്ത തൗഹീദ്. സോണിയാഗാന്ധിനെ അംഗീകരിച്ചാൽ ഒരു കാലത്ത് ശിർക്ക്, ഇപ്പോൾ തൗഹീദ്. വോട്ട് ചെയ്യൽ ഒരു കാലത്ത് ശിർക്ക്, ഇപ്പൊ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മാപ്പിളയാതിന്ന് പുറത്ത്. ഇതാണ് ജമാഅത്തിലെ വൈരുദ്ധ്യം. അപ്പൊ മാറി വന്നപ്പോ പിന്നെന്തായി? വോട്ട് ചെയ്യണം എന്നായി. ചെയ്താൽ തന്നെ അത് വേറുള്ളവർക്ക് ചെയ്താൽ ജമാഅത്തുകാരെ മനസ്സ് പാകപ്പെടുന്നില്ല. അങ്ങനെ മെല്ലെ മെല്ലെ അറച്ചറച്ച് വന്നു. 1995 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അമീർ വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? നിങ്ങള് നമ്പർ 1 തമാശ. ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ലെന്ന് പണ്ടേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാ. എന്താണ് ഇപ്പൊ വ്യക്തമാക്കലൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 1960 മുതൽ 89 വരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വരികൾ മലയാളത്തിലുള്ളത് ഞാൻ വായിച്ചു. മൗദൂദിയുടെ ഉറുദു പുസ്തകത്തിൽ തിരിഞ്ഞോക്കാതാക്കാന്നുള്ളത് അതിൽ കുനുകുനേന. മലയാളത്തിൽ 1989 വരെയുള്ള വരികൾ ഇത്രത്തോളം എഴുതി വെച്ച ജമാഅത്തേർ വരെ ഞമ്മക്കത് പണ്ടേ വിലക്കപ്പെട്ട കാര്യമല്ലല്ലോ. ഈ മാനസികത്തിന് എന്താ മറുപടി? ഇനിയോ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാലത്ത് പൊതുവിഷയത്തിലായിരുന്നു ജനാധിപത്യം എതിര്. എന്നാൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യം മതത്തിൽ പോലും നിർബന്ധം. മതത്തിൽ ജനാധിപത്യം അതെങ്ങനെയാണ്? കുനൂത്ത് ഓതണോ ഓതണ്ടേ? കൂട്ടുപ്രാർത്ഥന നടത്തണ്ടേ? ഇത് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്താ ചെയ്യാറ്? നിങ്ങള് സുന്നി പള്ളിക്ക് കയറും. ഏതെങ്കിലും ഒരു പള്ളി കയറിയാൽ ഒന്ന് തലണ്ണി വെക്കും. തോന ആളുകൾ കൂട്ടപ്രാർത്ഥന നടത്തി പോണോലാണെങ്കിൽ ജമാഅത്തേർ നടത്തുന്നോലൊപ്പം കൂടും. അതുപോലെ കൈ ബുക്കിളിന്റെയും നെഞ്ഞിന്റെയും ഇടയിൽ കെട്ടുന്നോല തോന്നേച്ചെങ്കിൽ അവരെ കൂടെ കൂടും. നെഞ്ഞത്ത് കൈ കെട്ടുന്നോല തല എണ്ണീറ്റ് തോന്നേച്ചെങ്കിൽ അവരെ കൂടും. ജനാധിപത്യം എന്നത് മതത്തിൽ പോലും. ഞങ്ങൾക്കൊരു മുസ്ലിമിന്റെ വ്യക്തി ജീവിതത്തിൽ ജനാധിപത്യമല്ല തെളിവ് ഖുർആനും സുന്നത്തും. അതേ സമയത്ത് ഒരു മുസ്ലിം ഭരണാധികാരിക്ക് ഭരണത്തിന് വേണ്ടതും ഖുർആനും സുന്നത്തുമാണ്. ഒരു അമുസ്ലിം ഇസ്ലാമേതര രാജ്യത്ത് ഖുർആനും സുന്നത്തും ഭരണം നടത്താതെ മുസ്ലിമായി മരിക്കാൻ പറ്റൂല എന്നൊരു ഇസ്ലാം ഇല്ല. എന്നാ ജമാഅത്തെ ഇസ്ലാമിയോട് അങ്ങനെ ചോദിച്ചു നോക്കി, നിങ്ങൾ എന്താ ഒരു ആദർശം പറയാത്തത്? കൈ കെട്ടുന്നോലൊപ്പം കൂടിയാ അങ്ങനെ, അല്ലാത്തോലൊപ്പം അങ്ങനെ, അതൊരു അവസരവാദമല്ലേ എന്ന് ജമാഅത്തേരോട് ചോദിച്ച അമീറിന്റെ മറുപടി ഉണ്ട്, കേട്ടു. ചില ആളുകൾ സംശയത്തോടുകൂടി ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒരാദർശപരമായ ഒരു കരുത്തില്ല അല്ലേ? ആ പള്ളിയിൽ ചെന്ന് നോക്കുക കാണാൻ ദ്വാ ചെയ്യുന്നു, ഈ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ ദ്വാ ഇല്ല. അവിടെ ഒരാൾ കാണാം പിന്നെ ഇമാമിന്റെ പിന്നിൽ ഇരുന്നിട്ട് ദ്വാ ചെയ്യുന്നു. ഇപ്പുറത്തെ ഒരു ജമാഅത്തുകാരൻ കാണാം ഇമാമ് ദ്വാ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മൂടും തട്ടി എഴുന്നേറ്റ് കൂടും. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഉറപ്പില്ലേ? നിങ്ങൾ അവസരവാദികളാണല്ലേ എന്ന് ചോദിക്കും. ഇത് അവസരവാദിത്വത്തിന്റെ ലക്ഷണമല്ല. എങ്കിൽ പിന്നെ മാനസികത്തിന്റെ ലക്ഷണം, മതത്തിന്റെ ലക്ഷണം ഒരിക്കലും അതല്ല. ഒന്നിരിക്ക അവസരവാദത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ മാനസികത്തിന്റെ ലക്ഷണം. മതത്തിന്റെ ലക്ഷണം എന്നത് തോന്ന ആൾക്കാരെ എവിടെയാച്ചാ അവിടെ നോക്കലല്ല. അത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പോലും ജനാധിപത്യം ശിർക്കാക്കിയ ജമാഅത്തിന് ഇപ്പൊ സെക്കുലറിസം കെട്ട് മൂത്തിട്ട് മതത്തിൽ പോലും ജനാധിപത്യം. കാരണം സുന്നിന്റെയും മുജാഹിദിന്റെയും ഒക്കെ ഇടയിൽ നാടകം കളിച്ചിട്ട് അവിടെ കുപ്പായം മാറിയിട്ട് സുന്യാളെയൊക്കെ വോട്ട് തട്ടിയിട്ട് വേണം ഇവർക്ക് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാകാൻ. അച്യുതാനന്ദനും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയൊക്കെ തോൽക്കണ സീറ്റിൽ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയൊക്കെ നടന്ന കാറിൽ ഇങ്ങനെ നടക്കാൻ കുപ്പായം തുന്നിച്ചൊക്കെ ആരിഫ് അലി സിദ്ദീഖ് ഹസനൊക്കെ. ഇതേതാ രാജ്യം എന്നറിയോ കൂട്ടരങ്ങൾക്ക്? ഇതേതാ നാട് എന്നറിയോ?
അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാറിയപ്പോഴും ജമാഅത്തിന്റെ അജണ്ട ജനാധിപത്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല. തൗഹീദ് പറഞ്ഞ് വിശ്വാസം പറഞ്ഞ് നടക്കൂല, ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ എന്നാ പിന്നെ ജനാധിപത്യത്തിന്റെ കുപ്പായത്തിലൂടെ കപടമുഖം പേറുകയെന്നാണ് അവർ മനസ്സിലാക്കി. അതിനെന്ത് ചെയ്തു? ഒറ്റപ്പെട്ട വേദികൾ കിട്ടാത്ത ചില സാധുക്കൾ ഒറ്റപ്പെട്ട വേദികളിൽ അവസരം പാർത്തിരിക്കുന്ന കുറച്ച് അമുസ്ലിങ്ങളായ സഹോദരന്മാർക്കിടയിൽ ജനാധിപത്യ മുഖംമൂടി ഉണ്ടാക്കി അവരെ കൊണ്ടുവന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോ ചിലർ മനസ്സിലാക്കുക, എന്താ പടച്ചോന്റെ ദീന് ഇവിടെ നടപ്പിലാക്കണീന് മൂല്യന്മാർക്ക് ഇത്ര പ്രശ്നം. ഞങ്ങള് അള്ളാന്റെ ദീന് നടപ്പിലാക്കണീനെതിരല്ല, പക്ഷെ അള്ളാന്റെ ദീന് നടപ്പിലാക്കാൻ തീരുമാനിച്ചുകൊണ്ട് കയ്യിലുള്ളത് വിട്ടുകാണ്ട് പറക്കണീനെ പിടിക്കാൻ പോയ മാതിരിയാകരുത്. അതാണ് സിമിക്ക് സംഭവിച്ചത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ഒരാള് അധികാരം കിട്ടിയിട്ട് ആരാധിക്കാൻ നിൽക്കേണ്ട, ആദ്യം ഇസ്ലാം വ്യക്തി ജീവിതത്തിൽ എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ മുസ്ലിമായി ജീവിക്കട്ടെ. ലോകര് മുഴുവനും മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചാൽ പിന്നെ അവിടെ ഭരണം മാറ്റണ്ടേ എന്നുള്ള ഒച്ചപ്പാടിന്റെ ആവശ്യമില്ലല്ലോ. ജമാഅത്തെ ഇലക്ഷനെ നേരിടേണ്ട കാര്യമല്ല. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജമാഅത്തുകാരൻ പറയുന്നത് തൗഹീദി പോരാട്ടത്തിന്റെ അനന്തര ഫലമാണ് രാഷ്ട്രീയ പാർട്ടി. 30 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യുജ്വലമായ ഒരാദർശ പോരാട്ടമുണ്ട്, ഒരു തൗഹീദി പോരാട്ടമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക മുന്നേറ്റമുണ്ട്. അതിന്റെ അനന്തരഫലമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ജനാധിപത്യം സ്വീകരിക്കാൻ പറ്റുമോ? ജനാധിപത്യ സെക്കുലർ വ്യവസ്ഥിതികളെ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? ജമാഅത്ത് മൗലവി പറയുന്നു ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിനെതിരാണ്. എന്നിട്ട് മൗലവി പറയാ ജനാധിപത്യത്തെ എതിർക്കുക എന്ന് പറയുന്നത് വലിയ പാപമൊന്നല്ല. ജനാധിപത്യം അത് എതിർക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയപ്പോൾ അങ്ങക്ക് ജയിലിൽ പോകേണ്ടി വന്നതും മനസ്സിലായോ? ജനാധിപത്യം എന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൈവീശാം, മറ്റുള്ളവന്റെ മൂക്കിൽ തട്ടുന്ന വീശല് പറ്റൂല. ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇവിടുത്തെ ജനാധിപത്യം തകർക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ കാലം പണിക്ക് നിൽക്കാൻ കഴിയൂല. എന്നിട്ട് മൗലവി പറയാ ജനാധിപത്യത്തോട് മൗലികമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിർപ്പുണ്ട്. ജനാധിപത്യത്തെ കുറിച്ച്, പാർലമെന്റിനെ കുറിച്ച്, അതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള വലിയ ആരോപണം. കോൺഗ്രസുകാർക്കും മുജാഹിദുകാർക്കും പറയാനുള്ള ആരോപണം ഇത് പുലിത്തോലാണ്. ഇത് പുലി പൂച്ചയുടെ നിറം മാറി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവർ ജനാധിപത്യ വിരുദ്ധരാണ്. ജനാധിപത്യത്തെ എതിർക്കുക എന്ന് പറയുന്നത് എതിർക്കേണ്ടതാണെങ്കിൽ മഹാഭാവമൊന്നുമല്ല. ഒരാൾക്ക് ജനാധിപത്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ എതിർക്കണം എന്നതല്ലേ ജനാധിപത്യം. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തോട് മൗലികമായ എതിർപ്പുണ്ട്. എന്താ തർക്കം? ഈ മൗലികമായ എതിർപ്പ് പഠിപ്പിക്കുന്ന കിതാബാണ്, പുസ്തകമാണ് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന പുസ്തകം. മൗലികം എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ? മൗലികം എന്നൊക്കെ പറയുന്നത് ആ ഡെമോക്രസി എന്ന് പറയുന്ന പദം കൊണ്ടുള്ള കളിയാ. അത് വലിയൊരു സംഗതിയാണെന്ന് ആരും മനസ്സിലാക്കണ്ട. അത് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ചില പദങ്ങളെ കൊണ്ട് കളിക്കുക. അതിന്റെ പച്ചമലയാളം ജനാധിപത്യം അംഗീകരിച്ചുകൂടാൻ തന്നെയാണ്. ഇനി സെക്കുലറിസത്തെ കുറിച്ച് ജമാഅത്തിന്റെ നിലപാടെന്താ? സെക്കുലറിസത്തെ എതിർക്കണില്ലെങ്കിൽ ജമാഅത്തല്ലാന്ന. പണ്ട് എതിർത്ത സെക്യുലറിസത്തോട് ഇപ്പോഴും ജമാഅത്തിന് എതിർപ്പ് തന്നെയാണ്. ഇത് മുജാഹിദുകൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒക്കെ മനസ്സിലാക്കണം. ഒരു മടിയില്ല കാര്യത്തിൽ. സെക്യുലറിസത്തോട് എതിർപ്പില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. മൗലിക സെക്യുലറിസത്തോട് എതിർപ്പുള്ളത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വന്തം രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുന്നത് തന്നെ. സെക്യുലറിസം അല്ല ജമാഅത്തിന്റെ പ്രചോദനം, മതമാണ്. അപ്പോ ജനാധിപത്യത്തോടും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിർപ്പാണ്, സെക്കുലറിസത്തോടും എതിർപ്പാണ്. ആ എതിർപ്പിനെ ശക്തിപ്പെടുത്താനാണ് ജമാഅത്തെ ഇസ്ലാമി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. എന്തേ എതിർക്കാനുള്ള കാരണം? അത് തൗഹീദിനെതിരായതുകൊണ്ടാണ്. അപ്പൊ തൗഹീദിനെതിരെയുള്ളതിനെ തകർത്ത് തൗഹീദ് സ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ചേര നിന്ന നാട്ടിൽ പോയാ ചേരന്റെ നടുക്കണ്ടം നിന്ന് തൗഹീദിനെ എതിർക്കാൻ, തൗഹീദിനെതിരെയുള്ള ശിർക്കിനെ എതിർക്കാൻ ജമാഅത്തുകാർ ചെയ്തത് എന്താ അറിയോ? ശിർക്കിനെ ഒന്നാമതായി തന്നെ കൊണ്ടടക്കുക. ഇനിയോ മതമാണ് ജമാഅത്തിന്റെ പ്രചോദനം എന്നാണ്. ആ മതത്തിന്റെ പേരിൽ പ്രചോദിതരായ ചിലരാണ് ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായി വേർപ്പെടുത്തിയത്. ആ വേർപ്പെടുത്തിയതിൽ മൗലൂദിക്ക് ശക്തമായ പങ്കുണ്ട്.
എന്നത് ഞാൻ വെറുതെ പറയുകയല്ല. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു കാലത്ത് അബുൽ അല മൗദൂദി ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനത്തെ സ്വീകരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുമ്പോൾ മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കണമെന്നാണ് ജമാഅത്തിന്റെ നേതാവ് പറഞ്ഞത്. മൗദൂദിയുടെ ഫോർമുലയുണ്ട്. ഇന്ത്യയെ ഒരു ഒറ്റ റിപ്പബ്ലിക്കായി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി നിലനിർത്താൻ മൗദൂദി പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്, 3 ഫോർമുല. ഖാലിദ് മൂസ പറയുകയാണ്, ആ 3 ഫോർമുലയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാവില്ല. എന്താണ് ആ ഫോർമുല? ആ ഫോർമുല 3 മതത്തിന്റെ പേരിൽ മറ്റൊരർത്ഥത്തിൽ ഇന്ത്യയെ വിഭജിക്കുക എന്നതാണ്. ഒന്നാമത്തെ ഫോർമുല, ഓരോ മതക്കാർക്കും അവരുടെ സാംസ്കാരിക ഭരണാധികാരം നൽകുക എന്നുള്ളതാണ്. അതായത് ഓരോ നാട്ടിലുള്ള ഹിന്ദുവിന്റെ നിയമേറ്റ് ആ ഹിന്ദുവിന്റെ നിയമത്തിൽ അവർക്ക് സ്വയം ഭരണം, മുസ്ലിമിന്റെ നിയമത്തിൽ സ്വയം ഭരണം. ഇങ്ങനെ ഒരു രാജ്യം ഇന്ത്യയാക്കി മാറ്റിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് കലാപം തീരുമോ? അവരവരുടെ നിയമം നാട്ടിൽ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തീരുമോ? മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഓരോ വിഭാഗത്തിനും സ്വയം ഭരണം എന്ന മതത്തിന്റെ പേരിലുള്ള വിഭജന ഫോർമുല മൗദൂദി കൊടുത്തു. രണ്ടാമത് മൗദൂദി പറയുന്ന ഫോർമുല എന്താണ്? അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ, ഒരു സ്റ്റേറ്റിൽ മുസ്ലിങ്ങൾക്ക്, വേറൊരു സ്റ്റേറ്റ് ഹിന്ദുക്കൾക്ക് 25 കൊല്ലം കൊടുക്കുക. കേരളത്തിൽ മുസ്ലിങ്ങൾക്കാ കൊടുത്തത് വെച്ചെങ്കിൽ തമിഴ്നാട് ഹിന്ദുക്കൾക്ക്. എന്നിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾ 25 കൊല്ലം കൊണ്ട് മെല്ലെ മെല്ലെ തമിഴ്നാട്ടിൽ പോകുക. തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് വരിക. എന്നിട്ട് ഓരോ സ്റ്റേറ്റും ഓരോ മതക്കാരുടെ സ്വയംഭരണ പ്രദേശം. ഇങ്ങനെ എങ്ങാനും രാജ്യം വിഭജിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിന്റെ വ്യത്യാസമല്ല, ഏകദേശമൊക്കെ ഭാഷാപരമായ വ്യത്യാസങ്ങളുള്ളൂ. എന്നിട്ട് പോലും കേരളം തമിഴ്നാട് ഇപ്പോഴും സൗന്ദര്യപ്പണക്കത്തില്ല. കാവേരി നദിയുടെ പേരിൽ ഇപ്പോഴും കലഹ. ഈ സ്റ്റേറ്റുകളെ എങ്ങാനും മതത്തിന്റെ പേരിൽ വിഭജിച്ചിരുന്നുവെങ്കിൽ പൊതു ഭരണം, കേന്ദ്രഭരണം ഉണ്ടായിട്ടും കാര്യമല്ല, രാജ്യത്തെ 3 അല്ല 300 വിഭജിക്കപ്പെടുമായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഭാഷാപരമായ വിഷയത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കണമെന്ന പേരിൽ കലാപം നടക്കുകയാണ്. ഒരു കൂട്ടർ പറയും വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരാഹാരം, വേറൊരു കൂട്ടർ വിഭജിക്കണം എന്ന് പറഞ്ഞ് നിരാഹാരം. കേന്ദ്രഭരണം അവിടെ അന്തം വിട്ടു നിൽക്കുകയാണ്. അവിടെയാണ് മൗദൂദി പറയുന്നത് ഓരോ സ്റ്റേറ്റിനെയും മതത്തിന്റെ പേരിൽ വിഭജിക്കുക. മൂന്നാമത് മൗദൂദി പറയുന്നു ഒരു മുസ്ലിം കോൺഫെഡറേഷനും ഒരു ഹിന്ദു ഫെഡറേഷനും. അപ്പൊ ക്രിസ്ത്യാനികളും ജൈന മതക്കാരൊക്കെ എവിടെ നിൽക്കുന്നറിയില്ല. ഇങ്ങനെ 3 ഫോർമുല. ആ 3 ഫോർമുലയും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതേതരത്വത്തോട് പ്രാമുഖ്യമുള്ളതല്ല. മതപ്രചോദനത്തിൽ മതത്തിന്റെ പേരിൽ രാജ്യത്തെ കഷ്ണങ്ങളാക്കുക എന്നുള്ളതാണ്. ഖാലിദ് മൂസ സാഹിബ്, ജമാഅത്ത് നേതാവ്, മൗദൂദിയുടെ ഫോർമുല പറയാം. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ജനാധിപത്യപരമായ ബദൽ ഫോർമുല, വിഭജനത്തെ നിരാകരിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒറ്റ രാജ്യമായി രൂപപ്പെടുന്ന ഒരു കോൺഫെഡറേഷൻ എന്ന പ്രമേയം ഇന്ത്യ രാജ്യത്തിന് മുമ്പ് അവതരിപ്പിച്ച ഏക പണ്ഡിതൻ സയ്യിദ് അബുൽ അല മൗദൂദിയാണ്. ആ കോൺഫെഡറേഷൻ എന്ന തത്വം മുസ്ലിം ലീഗ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ കോൺഫെഡറേഷൻ എന്ന തത്വം ജവഹർലാൽ നെഹ്റു അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ കോൺഫെഡറേഷൻ എന്ന തത്വം ഹിന്ദു മഹാസഭ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ കോൺഫെഡറേഷൻ എന്ന തത്വം RSSും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന ഒരു മഹാരാജ്യമാകുമായിരുന്നു. ഇന്ത്യ വിഭജിക്കരുത്. സയ്യിദ് അബുൽ അല മൗദൂദി പറഞ്ഞു, ഇന്ത്യ വിഭജിക്കരുത്. പകരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ 3 ഫോർമുല വെക്കുന്നു. 3-ലൊന്ന് നിങ്ങൾ സ്വീകരിക്കണം. 1, സ്വയം ഭരണാധികാരമുള്ള മതഗ്രൂപ്പുകളായി ഇന്ത്യയിലെ എല്ലാ ഗ്രൂപ്പുകളെയും അംഗീകരിക്കുക. ഹിന്ദുക്കൾക്ക് അവരുടെ സാംസ്കാരികമായ സ്വയം ഭരണം അംഗീകരിച്ചു കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് അവരുടെ സാംസ്കാരികമായ സ്വയം ഭരണം അംഗീകരിച്ചു കൊടുക്കുക. സിഖുകാർക്ക് അവരുടെ സാംസ്കാരികമായ സ്വയം ഭരണം അംഗീകരിച്ചു കൊടുക്കുക. അവരുടെ മതപരവും സാംസ്കാരികമായ സ്വയം ഭരണത്തിൽ ഗവൺമെന്റ് ഇടപെടാതിരിക്കുക. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാവുക. ഇതാണ് ഒരു ബദൽ നിർദ്ദേശം. മറ്റൊരു ബദൽ നിർദ്ദേശം സയ്യിദ് അബുൽ അല മൗദൂദി വെച്ചു. ഇന്ത്യ ഒറ്റ രാജ്യമായി നിൽക്കട്ടെ, പക്ഷെ ഓരോ മതഗ്രൂപ്പിനും സാംസ്കാരിക സ്വയം ഭരണമുള്ള സ്റ്റേറ്റുകൾ അനുവദിക്കുക. ഒരു കേന്ദ്രത്തിന് കീഴിൽ മുസ്ലിം സാംസ്കാരിക സ്വയം ഭരണം ഉള്ള ഒരു സ്റ്റേറ്റ്,
ഹിന്ദു സാംസ്കാരിക സ്വയംഭരണമുള്ള മറ്റൊരു സ്റ്റേറ്റ്. അങ്ങനെ 25 വർഷത്തെ കാലാവധി നൽകുക. ഓരോ സാംസ്കാരിക ജനവിഭാഗത്തിനും അവർക്കിഷ്ടപ്പെട്ട സ്റ്റേറ്റിൽ പോയി താമസിക്കാൻ അനുവദിക്കുക. വ്യത്യസ്ത രാജ്യങ്ങളായിരിക്കരുത്, എല്ലാ സ്റ്റേറ്റുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കേന്ദ്രഭരണം ഉണ്ടാവുക. മൂന്നാമതൊരു ഫോർമുലയും സയ്യിദ് അബുൽ അല മൗദൂദി മുന്നോട്ട് വെച്ചു. ഇന്ത്യയെ 2 കോൺഫെഡറേഷൻ ആക്കുക. 2 ഫെഡറേഷൻ, ഹിന്ദു ഫെഡറേഷൻ, മുസ്ലിം ഫെഡറേഷൻ. അതന്നെയല്ലേ ഈ പാകിസ്ഥാൻ ഇന്ത്യ. മൗദൂദി പറഞ്ഞ വിഭജനമെങ്ങാനും അന്ന് നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യ 3 അല്ല 300 ആകുമായിരുന്നു. കാരണം മതപരമായ സ്വാർത്ഥത, അത് മതത്തോടുള്ള താല്പര്യമല്ല, മതത്തെ ഉപയോഗപ്പെടുത്തി അധികാരത്തിലേറാനുള്ള താല്പര്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ സ്വതന്ത്രമായപ്പോ മൗദൂദി അതിനെക്കുറിച്ച് പറഞ്ഞതെന്താണ്? ബ്രിട്ടീഷുകാരന്റെ ഭരണം ലാത്ത എന്ന് പറയുന്ന വിഗ്രഹാരാധനയാണ്. അതുപോയി ഇപ്പൊ ജനാധിപത്യം വന്നത് മനാത്ത എന്ന് പറയുന്ന വിഗ്രഹമാണ്. ഇതാണ് മൗദൂദിയുടെ വീക്ഷണം. ആ വീക്ഷണത്തെ ജമാഅത്തുകാരൻ ഇന്നും നിരാകരിക്കുകയല്ല, ന്യായീകരിക്കുകയാണ്. ഇംഗ്ലീഷുകാരൻ പോയി മറ്റൊരു ഭരണം വരുന്നതിനെ കുറിച്ച് ലാത്ത പോയി മനാത്ത വരുന്നു എന്ന് മൗലാന മൗദൂദി പറഞ്ഞു കളഞ്ഞു എന്നത് വലിയ കുലുമാലായിട്ട് മുജാഹിദ് സുഹൃത്തുക്കൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ലാത്ത എന്ന് പറയുന്ന വിഗ്രഹമായിരുന്നു ബ്രിട്ടീഷുകാരൻ, അതുപോയി ജനാധിപത്യം വന്നപ്പോ അത് മനാത്ത എന്ന് പറയുന്ന വിഗ്രഹമാണ്. സഹോദരന്മാരെ, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ?